ഓരോ ലീവിനും ഓരോ ഡെലിവറി ബിക്കിലെന്ന് പറയുമ്പോഴാണ് നമ്മുടെ പാറുക്കുട്ടിയുടെ കാര്യം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴും ഡെലിവറി വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അവളുടെ എന്താ പറയുക ഡെലിവറി വ്ളോഗ് കഴിഞ്ഞു. അത് പിന്നെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ നാട്ടിലെത്തുമ്പോഴാണ്. പക്ഷേ ഞാൻ 2 ദിവസം ഒന്ന് ലേറ്റായി പോയിട്ടുണ്ട്. ഇപ്പോൾ അതേ ലേബർ റൂമിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വാർഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 3 ആൺകുട്ടികളാണ്. അമ്മയും കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സസ്പെൻസ് ഞാൻ ദേ അങ്ങ് പൊളിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെലിവറി വ്ളോഗ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 പേരെ പ്രസവിച്ചിട്ട് മൂന്നാമത്തെ ഒരാളുടെ ഒരു ഡെലിവറി വ്ളോഗാണ്. കാരണം 2 പേരെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോൺ കോൾ വന്നത് പാറു പ്രസവിച്ചു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമത്തെ ആളുടെ ഡെലിവറി വ്ളോഗാട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 2 പേരും ഞാൻ നോക്കിക്കുക അവിടെ അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസ് ലോട്ട്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഹരിയാനയിലാണ്. നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞാനിപ്പോൾ പോകാറാകുമ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വൃത്തിയില്ലായ്മ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയേക്കാം. ഇതൊരു നാട്ടിൻപുറമാണ്, നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റേതായുള്ള പരിമിതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പാറുവിന് വളരെ വിരളമായിട്ട് മാത്രമേ പെൺകുട്ടികളെ കിട്ടാറുള്ളൂ. വളരെ വിരളമായിട്ട്. അവൾ എപ്പോഴും പ്രസവിച്ചാൽ ആൺകുട്ടികളാണ് മിക്കപ്പോഴും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അവൾക്കുണ്ടാകുന്ന പെൺകുട്ടികളെ ഞങ്ങൾ വിട്ടുകളാറില്ല. കാരണം അവർ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേരനുസരിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് കറുമ്പി, ഒന്ന് ചെമ്പി, ഒന്ന് വെളുമ്പി അങ്ങനെയൊക്കെയാണ് കേട്ടോ പേരിടുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇതിൽ ഒരാൾ പ്രസവിച്ചിട്ടുണ്ട്, ഒരാൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം നമ്മുടെ ഭയങ്കര ലക്കി ചാം എന്നൊക്കെ പറയുന്ന ഒരാളാണ് നമ്മുടെ പാറു കേട്ടോ. ആൾക്കിപ്പോൾ കുറച്ച് ഏജ്ഡ് ആണ്. ഇതോടുകൂടി നമ്മളിത് നിർത്തും മിക്കവാറും. കാരണം അവൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതാണ്. ഇനി അവൾക്ക് പക്ഷേ എല്ലാ പ്രസവവും ഭയങ്കര നോർമലായിരിക്കും. നമ്മളെ അധികം അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലുണ്ടാവില്ല. അമ്മ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവളെ വിട്ടുകൊടുക്കാൻ എല്ലാവർക്കും പ്രയാസമാണ്. ശല്യമില്ല, എന്താ പറയുക, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് അവൾ. അപ്പോൾ അതേ ജനിച്ച് വീണില്ല. അപ്പോൾ തന്നെ അതേ നടക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ കുഞ്ഞ് കേട്ടോ. ആദ്യത്തെ കുഞ്ഞിങ്ങനെ നടക്കാൻ തുടങ്ങുന്നുണ്ട്. നടന്ന് വിശപ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ അതേ പാല് കുടിക്കാനുള്ള ശ്രമത്തിലാണ് കുഞ്ഞ്. നോക്കിക്കേ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്ക് ഇത് കാണുമ്പോൾ ചില ആൾക്കാർ ചില വീഡിയോസിലൊക്കെ താഴെ ഇങ്ങനെ കൊടുക്കുന്നത് എന്താ ഇങ്ങനെ, അതങ്ങ് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പോൾ അതേ അമ്മ ദേ കുഞ്ഞിനെയൊക്കെ അതേ പിടിച്ച് താട്ടുകുട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വായിലൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് തൊണ്ട ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അമ്മ മുലക്കാമ്പ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പാല് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അവർക്ക് തൊണ്ട ഉണങ്ങത്തില്ല. അത് മാത്രമല്ല അത് കഴിയുമ്പോൾ ഒരാഴ്ചത്തെ പാടാണ്. പിന്നെ അവർ 3 പേരുണ്ട്. അപ്പം നമുക്ക് പാല് കിട്ടുന്നത് കുറവായിരിക്കും. എന്നാൽ ഒരാഴ്ച മക്കൾക്ക് തന്നെ കൊടുക്കും കേട്ടോ. നമ്മൾ ഒരാഴ്ച മക്കൾക്ക് തന്നെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അവളുടെ പാൽ എടുക്കാറുള്ളൂ. അതും പാലുണ്ടെങ്കിൽ മാത്രമേ എടുക്കും. കാരണം 3 മക്കളുണ്ടല്ലോ, ആൺകുട്ടികളാണ്. ആൺകുട്ടികളാകുമ്പോൾ കുറച്ച് കൂടുതൽ പാലൊക്കെ കുടിക്കും. അപ്പോൾ നീ നോക്കിക്കും. നമ്മളിപ്പം 2 പേരെ ഞാൻ പറഞ്ഞു ഡെലിവറി വ്ളോഗ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെറിയൊരു ഭാഗം മാത്രമേ ഇതിലോട്ട് എടുക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും വയലേഷനോ കാര്യങ്ങളോ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2 പേർക്കും അമ്മ ഇങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് അമ്മ പിടിച്ചു. ഇതേ പെട്ടെന്ന് തന്നെ അവൾ എണീറ്റ് അടുത്ത കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. അതിന് വളരെ കുറച്ച് വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ മുഖവും ദേഹവും അത്രയും അമ്മ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു തുണി കഴിഞ്ഞിട്ട് വേറൊരു നല്ല തുണിയൊക്കെ എടുത്തിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അവൾ ചെറിയൊരു ബ്ലഡിൻ്റെയും കാര്യങ്ങളുടെ അംശം ഉള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. ഞാൻ ട്രെയിൻ ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് നേരെ ഓടിപ്പോയത് തൊഴുത്തിലോട്ടാണ് കേട്ടോ. തൊഴുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആടിനെയൊക്കെ കിട്ടുന്ന സ്ഥലം. ഓരോരുത്തർ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതേ നോക്കിക്കോ. ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കുക ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആട്ടുകുട്ടികളെയൊക്കെ. എനിക്ക് ഒരു സമയത്ത് എനിക്ക് ചിന്നു എന്ന് പറഞ്ഞിട്ടൊരു ആടുണ്ടായിരുന്നു കേട്ടോ. ചിന്നു എന്നൊരു വിളിക്കുമ്പോൾ എവിടെയാണെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി അത്ര അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവളിപ്പോൾ നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ പിടിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചില അറപ്പ് തോന്നുക എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ചില ആൾക്കാർ ചിലപ്പോൾ അവർക്കത് പരിചയം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നേരെ വന്നതേ നമ്മൾ ആട്ടുകുട്ടിയൊക്കെ നോക്കി അവരെല്ലാവരും സേഫായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ പാറുവിനെയൊക്കെ നോക്കി ഒരു സമയത്ത് ഒരു വീഡിയോയ്ക്ക് എൻ്റെ ആദ്യമൊക്കെ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നമ്മുടെ പാറുവിൻ്റെ വ്ളോഗിനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ.
പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് കാണും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മ, പരിചയപ്പെടാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗൈനക്കോളജിസ്റ്റ് വയറ്റാട്ടി ടി കുമാരി. ഏതാണ്ട് 50ഓളം ഡെലിവറി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിങ്ങൂസാണ്. ഇവളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് റൈറ്റ് സമയത്ത് എനിക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.